നല്ല അടിപൊളി ഹൈദരാബാദി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 2 സവോള, പിന്നെ ഒരു 2-3-4 കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നടുവേ പിളർന്നിട്ടുണ്ട്, അല്ലാതെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ മല്ലിച്ചപ്പ് എടുക്കാം. കുറച്ച് കൂടുതൽ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. എന്നിട്ട് അത് നമ്മൾ മിക്സിയിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇത് ചിക്കൻ എടുത്തിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തതാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിപ്പോൾ 1 കിലോ ചിക്കനാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല തൈരും ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച, അതായത് മിക്സിയുടെ ജാറിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത പേസ്റ്റാണിത്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് അതിൽ പിടിച്ചോളും. അതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ്, അരമണിക്കൂർ ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് അന്നേരം ആ കഷ്ണത്തിലെല്ലാം ഈ അരപ്പുകളൊക്കെ കഷ്ണത്തിൽ പിടിക്കും. അതിനു വേണ്ടി ഒരു 30 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നടുവേ കീറിയ പച്ചമുളക് ഒരു 3 എണ്ണം ഇടുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ നല്ല ജീരകം പൊടിച്ചത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തീ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ, അതായത് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് അതിലുള്ള എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട്. അതിലുള്ള വെള്ളമൊക്കെ വറ്റി പിന്നെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം അതുവരെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അടച്ചു വെച്ച് വേവിച്ചതായിരുന്നു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ഗരം മസാല പൊടി ചേർക്കുക. ഗരം മസാല ഞാൻ നേരത്തെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതാണ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വീണ്ടും അത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുക. ചാറൊക്കെ ഒന്ന് കുറുകാൻ വേണ്ടിയാണ്. പിന്നെ മസാല അതിൽ പിടിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ അടിപൊളി ഹൈദരാബാദി സ്റ്റൈലായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വേണമെങ്കിൽ സവാള കുറച്ച് അരിഞ്ഞിട്ട് പൊരിച്ച് അത് മിക്സിയിട്ട് പൊടിച്ചിട്ട് ഇതിൽ ചേർത്താൽ ടേസ്റ്റ് കൂടും. അതുപോലെ ഒരു സ്പൂൺ പശുവിൻ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രുചി ഉണ്ടാവും ഈ കറിക്ക്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയും രുചിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ഉണ്ടാവണം കേട്ടോ.